ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന് ജാമ്യം കിട്ടിയപ്പോ അവൻ എവിടെയോ കൊണ്ടുപോയി രഹസ്യമായി ഒളിപ്പിക്കുകയും ചെയ്തു. സേതു സാറേ, ശരിക്കും നിങ്ങളുടെ മകനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലേണ്ടതാ. എന്തിനാടാ ഇങ്ങനെ കത്തി കാണിച്ച് പേടിപ്പിക്കുന്നത്? ഈ സാർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ? സോറി സർ, യുവമാർക്ക് ബുദ്ധിയും ബോധവും ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പ്രായമായ സാറിനോട് യുവമാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഡാ, കത്തി മാറ്റടാ. നമുക്ക് ഇത് മതി. ഇതാവുമ്പോ ഒറ്റ ബുള്ളറ്റിൽ കാര്യം തീരും. സേതു സാറേ, അർച്ചന വിചാരിച്ച ഇപ്പൊ ഈ പ്രശ്നം തീരും. അവളൊരു വാക്ക് പറഞ്ഞാ മതി. അനൂപ് ഇപ്പൊ എവിടെയാണെന്ന് മാത്രം. പക്ഷേ പറയില്ലെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? സത്യത്തില് സാറിന്റെ ഈ മകനാ ഈ കളിയിൽ ഫൗള് കാണിച്ചത്. അനൂപിനെ എനിക്ക് കൊണ്ടുതരാമെന്ന് ഉറപ്പ് പറഞ്ഞതാ അല്ലേ? അത് പാലിച്ചില്ല എന്നത് പോട്ടെ, അവന് ജാമ്യം കിട്ടിയപ്പോ അവൻ എവിടെയോ കൊണ്ടുപോയി രഹസ്യമായി ഒളിപ്പിക്കുകയും ചെയ്തു. സേതു സാറേ, ശരിക്കും നിങ്ങളുടെ മകനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലേണ്ടതാ. പക്ഷേ കുറച്ചു കാലമായിട്ട് ഞാൻ അക്രമമൊക്കെ നിർത്തിവച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി സാറ് തന്നെ പറ, ഇവരെന്നോട് ഈ ചെയ്തത് ശരിയാണോ സാറേ? മരിച്ചുപോയത് എന്റെ പെങ്ങളാ സാറേ. എന്റെ ജീവൻ. ഈ കൈവിരൽ തുമ്പ് പിടിച്ച അവൾ വളർന്നത്. അച്ഛനും അമ്മയും ഇല്ലാതെ എന്റെ പ്രാണനെ പോലെയാ ഞാൻ അവളെ വളർത്തിയത്. അണ്ണ വേണ്ട അണ്ണ, അണ്ണന് ഫീലിംഗ് ആവും. എന്റെ പെങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടണ്ടേ സാറേ? അതിന് ഞാൻ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യും? എത്ര വട്ടം ഞാൻ പറഞ്ഞു,
അനുപേട്ട മനഃപൂർവ്വം നിങ്ങളുടെ പെങ്ങളെ ഇടിച്ചു കൊന്നതല്ല. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാറിന്റെ മുമ്പിലേക്ക് എടുത്തിയാടിയത് നിങ്ങളുടെ സഹോദരിയാ. ഹേയ്, അത് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ഉറപ്പാ അവൻ തന്നെയാ എന്റെ പെങ്ങളെ വണ്ടി ഇടിച്ചു കൊന്നത്. എടാ, എന്റെ ഫോണിങ് താടാ. വിടാനങ്ങോട്ടും ശ്ശേ, ഫോണിങ് തരാൻ. പിന്നെ മാറിക്കോ. ടാ, ഫോൺ തരാനല്ലേ പറഞ്ഞേ? എടാ, ഫോണിങ് തരാൻ. ടാ, നിന്നോടല്ല പറഞ്ഞ. സ്ത്രീകളോടല്ല നിന്റെ കൈന്റെ ബലം കാണിക്കേണ്ടത്. മാറിക്കടാ. സാരമില്ല, മൊബൈല് അവൻ സൂക്ഷിച്ചോളും. അണ്ണാ, ആ പിള്ളേർ ഭയങ്കര കരച്ചിലാണ്. അത് കേട്ടിട്ട് ആ പിള്ളേരുടെ തള്ള അതിനെക്കാട്ടി വയലന്റ് ആണ്. എന്തിനാടാ അവര് വയലന്റ് ആവുന്നത്? അണ്ണാ, കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ കുറുക്കുണ്ടാക്കണമെന്ന്. അണ്ണാ, ആ കൊച്ചിന്റെ തള്ളയെ അടുക്കളയിലോട്ട് വിട്ടാണ്. അണ്ണാ, അതിലൊരു കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചില്. തൽക്കാലം അവരെ ആരെയും മുറിക്ക് പുറത്തേക്ക് ഇറക്കണ്ട. ആ, കുറുക്ക് നീ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അണ്ണാ, എനിക്ക് കുറുക്കുണ്ടാക്കാൻ അറിഞ്ഞുവിടുന്നു. കൈയും കാലും വെട്ടാൻ അറിയാവൂ. പിന്നെ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കുറുക്ക് നീ ഉണ്ടാക്കും. ചെല്ല്, ഇവന്റെ കൂടെ ചെന്ന് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്ക്. ചെല്ലാൻ. അണ്ണാ, അണ്ണനൊരു കട്ട എടുക്കട്ടെ അണ്ണാ. എന്താ നല്ല കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ. നല്ല മധുരമായിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി എടുത്തോ. ഓ, പാവങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ? ശരിയാണ. വാ. കുറുക്ക് വേഗം ഉണ്ടാക്കണം. കൊച്ചു കരയുന്നു. ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. ഇരിക്കേ.